നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കൊപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ മത്സരത്തിൻ്റെ ആദ്യ പാദത്തിൽ FC ബാഴ്സലോണയെ അത്ലറ്റിക്കോ മാഡ്രിഡ് തകർത്തങ്ങ് തരിപ്പണമാക്കിയത് ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ്. ഇനിയിപ്പോൾ രണ്ടാം പാദ മത്സരം അങ്ങ് ക്യാമ്പ് നൗവിലായിരിക്കും. ക്യാമ്പ് നൗവിൽ ഈ 4 ഗോളിൻ്റെ കടവും വീട്ടിയിട്ട് ബാഴ്സയ്ക്ക് തിരിച്ചു വരാൻ പറ്റുമോ? പാടാണ്. പക്ഷേ ഹൻസി ഫ്ലിക്ക് വിശ്വസിക്കുന്നു, ഇത് തീർന്നിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല, തിരികെ വരും എന്നദ്ദേഹം കളിക്ക് ശേഷം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാര്യം ഒന്ന് വിശദമായിട്ട് നോക്കുകയാണ്. രണ്ടാം പാദ മത്സരം എന്ന് പറഞ്ഞാൽ മാർച്ച് 4-നാണ് നടക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ മാർച്ച് 4-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30-ന് ക്യാമ്പ് നൗവിൽ വെച്ചിട്ട് ഏറ്റുമുട്ടും. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാലിഗ മത്സരങ്ങൾക്കിടയിലാണ് കളി വരുന്നത്. ഫെബ്രുവരി 28-ന് വിയ്യാറയലിനെതിരെ ബാഴ്സയ്ക്ക് കളിയുണ്ട്, ഹോം മത്സരമാണ്. അത് കഴിഞ്ഞിട്ട് മാർച്ച് 8-ന് ബാഴ്സയ്ക്ക് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ കളിയുണ്ട്. അതിനിടയിലാണ് ഈ ഒരു കളി വരുന്നത് മാർച്ച് 4-ന്. എന്ന് പറയുമ്പോൾ 2 വശങ്ങൾ അവിടെയുണ്ട്. ഒന്നുകിൽ സർവം മറന്നൊരു പോരാട്ടം നടത്തി തിരികെ വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ബാഴ്സയ്ക്ക് ഈ സീസണിലെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അത് കോപ്പ ഡെൽ റേ ആണ്. വെറുതെ ഒരു ഹൈ ഇൻറ്റൻസിറ്റി കളിയിലേക്ക് പോയി താരങ്ങൾക്ക് ബുദ്ധിമുട്ടും പരിക്കും അല്ലെങ്കിൽ ഫാറ്റിഗും ഒക്കെ ഉണ്ടാക്കാതെ പ്രധാന താരങ്ങൾക്ക് വിശ്രമം കൊടുത്ത് തോൽവി അംഗീകരിക്കുന്ന രൂപത്തിലും കളിക്കാം. അത് പോട്ടെ, ബാക്കി നോക്കിയാൽ മതിയല്ലോ എന്ന തീരുമാനമെടുക്കാം. പക്ഷേ ഹൻസി ഫ്ലിക്ക് കൃത്യമായിട്ട് പറയുന്നു, ഇല്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. ഇറ്റ്സ് നോട്ട് ഓവർ യെറ്റ്. ഇന്നലെ അദ്ദേഹം കളിക്ക് ശേഷം പറയുക, ഇറ്റ്സ് നോട്ട് ഓവർ യെറ്റ്. സെക്കൻഡ് ലെഗ് ഞങ്ങളുടെ സ്റ്റേഡിയത്തിലാണ്. എല്ലാ സപ്പോർട്ടേഴ്സും സ്റ്റേഡിയത്തിലെത്തി സ്റ്റേഡിയം ഫില്ലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇത് ഫുട്ബോളാണ്. നമുക്ക് ഒന്നും ഇപ്പോൾ തന്നെ തള്ളിക്കളയാനും പറ്റില്ല, ഒന്നും ഇപ്പോഴേ വിധി എഴുതാനും പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാൻസിനെ വേണം. 90 മിനിറ്റും ഞങ്ങളുടെ സ്റ്റേഡിയത്തിൽ ഫൈനലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം ഞങ്ങൾ നടത്തും. ആരാധകരുടെ വലിയ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ കോച്ച്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണം, 4 ഗോളൊക്കെ തിരിച്ചടിച്ച് ജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ, അതൊക്കെ സാധ്യമാണോ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഫോർ ദി സെക്കൻഡ് ലെഗ് 2 ഹാഫുകളുണ്ടല്ലോ, ഫസ്റ്റ് ഹാഫും ഉണ്ട്, സെക്കൻഡ് ഹാഫും ഉണ്ട്. ഐ തിങ്ക് വി ഹാവ് ദി കപ്പാസിറ്റി ടു വിൻ ഈച്ച് ഹാഫ് ബൈ 2-0. ആദ്യ പകുതി 2-0 അടിക്കുക, രണ്ടാം പകുതി 2-0 അടിക്കുക. ഞങ്ങളെ കൊണ്ട് പറ്റും, അതിനുള്ള ടീം ഞങ്ങൾക്കുണ്ട്. സോ വി വിൽ ഫൈറ്റ് ടു ട്രൈ ആൻഡ് അച്ചീവ് ദാറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം കാര്യങ്ങൾ എടുക്കുന്നു. 2 പകുതി ഉണ്ടല്ലോ രണ്ടാം ഭാഗത്തിൽ. ഫസ്റ്റ് ഹാഫ് ഞങ്ങളുടെ ഗ്രൗണ്ടിലാണ്, 2-0 ഫസ്റ്റ് ഹാഫിൽ മുന്നിടുന്നു. രണ്ടാം പകുതി ഞങ്ങളുടെ ഗ്രൗണ്ടിലാണല്ലോ, ആരാധകരുടെ പിന്തുണയിൽ വീണ്ടും 2-0 അടിക്കുന്നു. അപ്പോൾ പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് മറ്റുമൊക്കെ ആയിട്ട് കാര്യങ്ങൾ പോകും. സോ ഒന്നും തീർന്നിട്ടില്ല എന്നാണ് ഫ്ലിക്ക് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.